ദ്വിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി പോർച്ചുഗലിലെത്തിയ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് പ്രധാനമന്ത്രി ലൂയിസ് മോണ്ടിനെഗ്രോ, പാർലമെന്റ് സ്പീക്കർ ജോസ് പെഡ്രോ അഗ്യുവർ ബ്രാഗോ എന്നിവരുമായും കൂടിക്കാഴ്ച നടത്തും. പോർച്ചുഗലിലെ ഇന്ത്യൻ സമൂഹവുമായും രാഷ്ട്രപതി സംവദിക്കും. ഇന്ത്യ പോർച്ചുഗീസ് ബന്ധം ചരിത്രപരമാണെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു പറഞ്ഞു. പോർച്ചുഗീസ് പ്രസിഡന്റ് മാർസലോ റെബലോ ഡിസൂസയുമായി ചർച്ചകൾ നടത്തിയ ശേഷം സംയുക്ത വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു രാഷ്ട്രപതി. ഇന്ത്യ പോർച്ചുഗൽ ബന്ധം ആധുനികവും ബഹുമുഖവുമായ പങ്കാളിത്തമായി വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. വ്യാപാരം, പുനരുപയോഗ ഊർജ്ജം, ഗ്രീൻ ഹൈഡ്രജൻ, IT, സ്റ്റാർട്ടപ്പുകൾ, നവീകരണം, നൈപുണ്യ മൊബിലിറ്റി എന്നീ മേഖലകളിൽ ഇന്ത്യയും പോർച്ചുഗലും പങ്കാളിത്തം ശക്തിപ്പെടുത്തുമെന്നും രാഷ്ട്രപതി അഭിപ്രായപ്പെട്ടു. पुर्तगाली गणराज्य की सरकार को मेरी और मेरी प्रतिनिधिमंडल के हार्दिक स्वागत और शानदार आतिथ्य के लिए धन्यवाद देते। भारतीय प्रवासी या भारतीय पुर्तगाली समुदाय भारत के साथ अपने आत्मीय संबंधों और पैतृक रिश्तों के माध्यम से हमारे देशों के बीच एक स्थायी सांस्कृतिक संबंधों का निर्माण करते हैं. ടൂറിസം, സംസ്കാരം, വിദ്യാഭ്യാസം, ഫാർമസ്യൂട്ടിക്കൽസ് തുടങ്ങിയ മേഖലകളിൽ സഹകരിക്കാനും ഇരു രാജ്യങ്ങളും ധാരണയായതായും രാഷ്ട്രപതി വ്യക്തമാക്കി. ഐക്യരാഷ്ട്രസഭയിൽ ഏകോപനത്തിനും സഹകരണത്തിനും ഇരു രാജ്യങ്ങളും സമ്മതിച്ചു. ഇന്ത്യ പോർച്ചുഗൽ ബന്ധത്തിന്റെ 50 വർഷങ്ങൾ അടയാളപ്പെടുത്തുന്ന സ്റ്റാമ്പും ദ്രൗപദി മുർമു പുറത്തിറക്കി. രാഷ്ട്രപതിയോടുള്ള ആദരസൂചകമായി നഗരത്തിന്റെ താക്കോൽ പദവി എന്ന ബഹുമതി ലിസ്ബൺ മേയർ കാർലോസ് മാനുവൽ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന് സമ്മാനിച്ചു. ലിസ്ബൺ നഗരം നൽകുന്ന ഏറ്റവും ഉയർന്ന ബഹുമതിയാണ് ലിസ്ബൺ നഗരത്തിന്റെ താക്കോൽ. ഇന്ത്യയും പോർച്ചുഗലും തമ്മിലുള്ള സാംസ്കാരിക ബന്ധങ്ങളുടെ സ്വാധീനം നമ്മുടെ സംസ്കാരത്തിലും നാഗരികതയിലും കാണാൻ കഴിയുമെന്ന് പുരസ്കാരം സ്വീകരിച്ചുകൊണ്ട് രാഷ്ട്രപതി പറഞ്ഞു. ഇന്ത്യൻ പൌരന്മാർ പോർച്ചുഗലിലെ സമ്പദ്വ്യവസ്ഥയ്ക്ക് മികച്ച സംഭാവനയാണ് നൽകുന്നതെന്നും രാഷ്ട്രപതി അഭിപ്രായപ്പെട്ടു. 2047 വികസിത ഭാരതം കെട്ടിപ്പടുക്കുന്നതിനായി പോർച്ചുഗലിനെ വിശ്വസനീയ പങ്കാളിയായാണ് കാണുന്നതെന്നും സുസ്ഥിര ലോകത്തിനായി തുടർന്നും പ്രവർത്തിക്കുമെന്നും രാഷ്ട്രപതി അറിയിച്ചു. നാളെയും മറ്റന്നാളും രാഷ്ട്രപതി ദ്രൗപദി മുർമു സ്ലോവാക്യ സന്ദർശിക്കും. പ്രസിഡന്റ് പീറ്റർ പെല്ലഗ്രിനിയുടെ ക്ഷണപ്രകാരമാണ് ദ്രൗപദി മുർമുവിന്റെ സ്ലോവാക്യ സന്ദർശനം. 29 വർഷത്തിനിടെ സ്ലോവാക്യ സന്ദർശിക്കുന്ന ആദ്യ ഇന്ത്യൻ രാഷ്ട്രപതിയാണ് ദ്രൗപദി മുർമു. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ.